ഗവർണറെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. വിവേകവും പക്വതയുമില്ലാതെ പെരുമാറ്റമാണ് ഗവർണറുടേതെന്ന മുഖ്യമന്ത്രി. അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനോട് അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിലുള്ള സമീപനമല്ല സ്വീകരിക്കേണ്ടത്. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് ഇതാദ്യമായാണ്. ഗവർണർ ഇപ്പോൾ നടത്തുന്നത് കേരളത്തോടാകെയുള്ള വെല്ലുവിളിയാണ്. ഗവർണറുടെ സുരക്ഷ കേന്ദ്രത്തിന് കൈമാറിയത് വിചിത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ പ്രത്യേക നിലപാടാണ് കുറച്ചു കാലമായി സ്വീകരിക്കുന്നത്. എന്താണ് ഗവർണർക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ നടത്തുന്നത് കേരളത്തോടാകെയുള്ള വെല്ലുവിളിയാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികം. അത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അതിനോട് അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നുള്ളതാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ? പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ. ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം. സംസ്ഥാനത്തിന്റെ തലവനെന്ന നിലയ്ക്ക് ഏറ്റവും മികച്ച സുരക്ഷയാണ് സർക്കാർ ഗവർണർക്ക് നൽകിയിരുന്നത്. സുരക്ഷ കേന്ദ്രത്തിന് കൈമാറിയത് വിചിത്രമായി തോന്നുന്നു. കേന്ദ്ര സുരക്ഷ ലഭിച്ചിരുന്നത് കേരളത്തിലെ ചില RSSകാർക്കാണ്. ആ പട്ടികയിലേക്കാണ് ഗവർണറും കടന്നു വന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ? CRPയെ കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഭരണഘടനയെ നിരന്തരം ഗവർണർ അവഹേളിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാത്ത ഗവർണറുടെ നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. കേന്ദ്രം നിലപാടെടുക്കുന്നതുവരെ ഗവർണർ ഇതേ നിലപാട് തന്നെ തുടരും. പ്രതിപക്ഷ നേതാവും ഗവർണറും പറയുന്നത് ഒരേ രീതിയിൽ തന്നെയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.